ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് അപ്രിഷിയേറ്റിംഗ് ഫിക്ഷനിലെ ആനിമൽ ഫാം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ജോർജ് ഓർവെൽ എഴുതിയ പൊളിറ്റിക്കൽ അലിഗോറി ആയിട്ടൊരു നോവലാണ്. അലിഗോറി എന്ന് പറയുന്നത് സിംബോളിക് ആയിട്ടൊരു കഥ അവതരിപ്പിക്കുന്ന രീതിയാണ്. ഇവിടെ സോവിയറ്റ് യൂണിയനിലെ പരാജയപ്പെട്ട തൊഴിലാളി വിപ്ലവത്തിൻ്റെ കഥയാണ് ഒരു ആനിമൽ ഫാമിലെ ആനിമൽസിൻ്റെ കഥ എന്നുള്ള രീതിയിൽ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മളിവിടെ ഇതിലെ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആയിട്ടുള്ള ഒരു സിമ്പിൾ സമ്മറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ നോട്ട്സ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കുറച്ച് അധികം ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നമുക്കിപ്പോൾ ഇതിൻ്റെ സമ്മറി നോക്കാം. ചാപ്റ്റർ 1. മിസ്റ്റർ ജോൺസ് ഓഫ് മാനർ ഫാം ഈസ് ഡ്രങ്ക് ആൻഡ് നെഗ്ലക്ട്സ് ഹിസ് ഫാം ആനിമൽസ്. മാനർ ഫാം എന്ന് പറയുന്ന ഒരു ആനിമൽ ഫാമിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ മിസ്റ്റർ ജോൺസ് എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ഉടമയായിട്ടുള്ളത്. അയാളൊരു മദ്യപാനിയാണ്. അങ്ങനെ മദ്യപിച്ചിട്ട് ഇങ്ങനെ ഇയാളുടെ ആനിമൽ ഫാമിലെ മൃഗങ്ങൾക്ക് കൃത്യസമയത്ത് ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു അവസ്ഥയാണ് അവിടെയുള്ളത്. ഓൾഡ് മേജർ, an elderly and wise pig, calls a meeting of all the animals to share his dream of a rebellion against humans. ഓൾഡ് മേജർ എന്ന പേരുള്ള ഒരു പിഗ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം, ഈ ഹ്യൂമൻസിനെതിരെ, മനുഷ്യർക്കെതിരെ ആനിമൽസ് വിപ്ലവം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നം പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ഓൾ ആനിമൽസ് ടേക്ക് പാർട്ട് ഇൻ ദ മീറ്റിംഗ് എക്സെപ്റ്റ് മോസസ്, ദ പെറ്റ് റാവൻ ഓഫ് ജോൺസ്. ആ ആനിമൽ ഫാമിൽ ഒരുപാട് മൃഗങ്ങളുണ്ട്. പശുക്കൾ, അതുപോലെ തന്നെ പിഗ്സ്, പിന്നെ ഹെൻസ്, ഡഗ്സ്, ഡോങ്കി, ഹോഴ്സ്, ഒരുപാട് മൃഗങ്ങളുണ്ട്. ഡോഗും കാറ്റ് എല്ലാം ഉണ്ട്. അവരെല്ലാവരും തന്നെ പല ഘട്ടങ്ങളിലായിട്ട് മീറ്റിങ്ങിന് വരുന്നുണ്ട്. മോസസ് എന്ന പേരുള്ള ഒരു ബേർഡ്, അത് മിസ്റ്റർ ജോൺസിന്റെ പെറ്റാണ്. ആ ഒരു ബേർഡ് മാത്രമാണ് ആ മീറ്റിങ്ങിന് വരാതിരിക്കുന്നത്. ഓൾഡ് മേജർ സ്പീക്സ് ഓഫ് ദി ആനിമൽസ് സഫറിങ് ആൻഡ് ഏർജസ് ദം ടു യുണൈറ്റ് ആൻഡ് ഓവർത്രോ ദെയർ ഹ്യൂമൻ ഒപ്രസേഴ്സ്. അപ്പോൾ ആനിമൽസിൻ്റെ ഒരു സഫറിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ആൾ പറയുന്നുണ്ട്. എന്നും ഇങ്ങനെ കഠിനാധ്വാനമാണ്, ജോലിയാണ്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ശരിയാണ്, പക്ഷെ അത് വീണ്ടും ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അവരുടെ അവസ്ഥ വളരെ മോശമാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഫ്രീഡം കിട്ടണം എന്നുണ്ടെങ്കിൽ മനുഷ്യർക്കെതിരെ വിപ്ലവം നടത്തണം എന്നുള്ള കാര്യമാണ് ഈ ഓൾഡ് മേജർ ആയിട്ടുള്ള പിഗ് പറയുന്നത്. ദി ആനിമൽസ് ആർ ഇൻസ്പയർഡ് ആൻഡ് സിംഗ് ബീസ്റ്റ്സ് ഓഫ് ഇംഗ്ലണ്ട് ആൻ ആന്തം ഓഫ് റിബലിയൻ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ ആശയം കേട്ടിട്ട് ഇവർക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടുള്ള സ്വപ്നമൊക്കെ കേട്ടിട്ട് അവർ ഇൻസ്പയർ ആയിട്ട് ഒരു വിപ്ലവ ഗാനമൊക്കെ പാടിയിട്ടാണ് ആ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നത്. ചാപ്റ്റർ 2. ഓൾഡ് മേജർ ഡൈസ് ഷോർട്ട്ലി ആഫ്റ്റർ ദ മീറ്റിംഗ് ബട്ട് ഹിസ് സ്പീച്ച് ഇൻസ്പയർസ് ദി ആനിമൽസ്. ആ മീറ്റിങ്ങിന് 3 ദിവസത്തിന് ശേഷം ഓൾഡ് മേജർ, ആ പിഗ്, മരിച്ചു പോകുന്നു. പക്ഷെ അയാൾ പറഞ്ഞ ആ ആശയവും സ്വപ്നവുമെല്ലാം ആനിമൽസിൻ്റെ ഇടയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. 3 pigs, Snowball, Napoleon and Squealer, take on the leadership role and develop old Major's teachings into a philosophy called animalism. അതിനുശേഷം സ്നോബോൾ, നെപ്പോളിയൻ, സ്ക്വീലർ എന്നുപേരുള്ള 3 പിഗ്സ് ഈ നോവലിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. അവരാണ് ഈ ആശയം ഡെവലപ്പ് ചെയ്തിട്ട് ആനിമലിസം എന്നുള്ള പേരിൽ ഈ ആനിമൽസിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത്. അറ്റ് ഫസ്റ്റ്, ദി ആനിമൽസ് ആർ നോട്ട് കൺവിൻസ്ഡ് ദാറ്റ് ദേ ഷുഡ് ഫോളോ ആനിമലിസം. തുടക്കത്തിൽ മറ്റു മൃഗങ്ങൾക്ക് കൂടെ ചേരുന്നതിന് സംശയമുണ്ട്. കാരണം ഈ പ്ലാൻ വിജയിക്കുമോ എന്നുള്ള ഒരു സംശയം, കൂടാതെ അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ള ഭയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തുടക്കത്തിൽ ഇവർ മടിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അവർ ആ ഒരു പ്ലാനിൻ്റെ കൂടെ ചേരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. മോസസ് കോസസ് ട്രബിൾ ഫോർ ദ പിഗ്സ് ബൈ ഇൻവെന്റിങ് ആൻ ആനിമൽ ഹെവൻ കോൾഡ് ഷുഗർ കാൻഡി മൗണ്ടെയിൻ. മോസസ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരുന്ന ആ പെറ്റ് ബേർഡാണ് ഉണ്ടായിരുന്നത്. ആ ബേർഡ് അവിടെ ഒരു കഥയൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു ഹെവൻ ഉണ്ട്, സ്വർഗമുണ്ട്, മരണശേഷം സ്വർഗം ഉണ്ടായിരിക്കും, ഇപ്പോൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അവിടെ ഷുഗർ കാൻഡി ഒക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള കഥ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ നോവൽ ഒരു പൊളിറ്റിക്കൽ അലിഗോറി ആണെന്നുള്ളത്, സിംബോളിസമാണ് വരുന്നുള്ളത്. ആ രീതിയിൽ ഈ മോസസ് എന്ന് പറയുന്ന ബേർഡ് റിലീജിയൻ്റെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ദി ആനിമൽസ് ഇവഞ്ച്വലി റിബൽ അഗെയിൻസ്റ്റ് മിസ്റ്റർ ജോൺസ്, ഡ്രൈവിംഗ് ഹിം എവേ ആൻഡ് ടേക്കിംഗ് ഓവർ ദ ഫാം. അങ്ങനെ ഈ ആനിമൽസ് അവസാനം അവർക്കൊരു അവസരം ലഭിക്കുന്നു. ഒരു ദിവസം മിസ്റ്റർ ജോൺസ് ഇങ്ങനെ മദ്യപിച്ച് വന്നിട്ട് കിടന്ന് ഇവർക്ക് ഭക്ഷണം കൊടുക്കാത്തൊരവസ്ഥയിൽ ഇവർ അവിടെ അക്രമം നടത്തുകയും അങ്ങനെ ആ മിസ്റ്റർ ജോൺസിനെ അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആ ഫാമിൻ്റെ നിയന്ത്രണം അവസാനം അവർ ഏറ്റെടുക്കുന്നു. They rename it Animal Farm and established 7 commandments to guide their new society.
അവർ ആ മാനർ ഫാം എന്നുള്ള പേര് മാറ്റിയിട്ട് ആനിമൽ ഫാം എന്ന പേര് മാറ്റുന്നു. എന്നിട്ട് ഈ വിപ്ലവത്തിന് ശേഷം എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ 7 കമാൻഡ്മെന്റുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അതിങ്ങനെയാണ് വരുന്നത്. 1, വാട്ട് എവർ ഗോസ് അപ്പോൺ 2 legs ഈസ് എൻ എനിമി. 2 കാലിൽ നടക്കുന്നതൊക്കെ ശത്രുക്കളാണ്. വാട്ട് എവർ ഗോസ് അപ്പോൺ 4 legs ഓർ ഹാസ് വിങ് ഈസ് എ ഫ്രണ്ട്. 4 കാലോ അല്ലെങ്കിൽ ചിറകോ ഉണ്ടെങ്കിൽ അവർ ഫ്രണ്ടാണ്. നോ ആനിമൽ ഷാൾ വെയർ ക്ലോത്ത്സ്. ആനിമൽസ് വസ്ത്രം ധരിക്കരുത്. നോ ആനിമൽ ഷാൾ സ്ലീപ്പ് ഇൻ എ ബെഡ്. ബെഡിൽ കിടക്കരുത്. നോ ആനിമൽ ഷാൾ ഡ്രിങ്ക് ആൽക്കഹോൾ കഴിക്കരുത്. കാരണം ഈ മിസ്റ്റർ ജോൺസ് ഇങ്ങനെ മദ്യപാനി ആയതുകൊണ്ടാണ് ഇവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ അവർക്ക് അറിയുന്നതാണ്. നോ ആനിമൽ ഷാൾ കിൽ എനി അതർ ആനിമൽ. ഒരു മൃഗം മറ്റൊരു മൃഗത്തെ കൊല്ലരുത്. ഓൾ ആനിമൽസ് ആർ ഈക്വൽ. എല്ലാ ആനിമൽസും ഈക്വൽ ആണ് എന്നുള്ള രീതിയിലുള്ള ഇവരുടെ ആനിമലിസത്തിന്റെ കമാൻഡ്മെന്റ്സ് ഒക്കെ ഇവർ പുറപ്പെടുവിച്ചുകൊണ്ട് ഇവർ ആ ഫാമിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. ചാപ്റ്റർ 3. The animals work hard to harvest the crops and to manage the farm effectively. അങ്ങനെ ഇവരിത് ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ കുറച്ചു കാലം വളരെ സന്തോഷകരമാണ് ഉണ്ടാവുന്നത്. കാരണം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വിളവൊക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇവർക്ക് വർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കാരണം മനുഷ്യർ ഉപയോഗിക്കുന്ന പോലെ ടൂൾസ് ഒന്നും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ ഇവരുടെ സ്വന്തം ഫാമാണ് എന്നുള്ള രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യുകയും നല്ല ഒരു ഹാർവസ്റ്റ് ഒക്കെ അവർക്ക് ലഭിക്കുന്നു. The pigs assume supervisory roles with Snowball and Napoleon emerging as key leaders. അങ്ങനെ ഈ ജോലി ചെയ്യുന്ന സമയത്ത് പിഗ്സ് ജോലിയൊന്നും ചെയ്യുന്നില്ല. അവർ സൂപ്പർവൈസേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞു ഈ ആനിമലിസം എന്ന് പറയുന്ന ഫിലോസഫി ഉണ്ടാക്കിയതും ലീഡർഷിപ്പ് ഒക്കെ ഏറ്റെടുത്തത് അവരായിരുന്നു. അവർ ആ രീതിയിൽ തുടരുകയാണ്. അവർ ഈ ഫീൽഡിലൊന്നും വർക്ക് ചെയ്യുന്നില്ല. അവർ സൂപ്പർവൈസേഴ്സ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതിൽ തന്നെ സ്നോബോളും നെപ്പോളിയനും ആണ് ലീഡേഴ്സ് ആയിട്ട് വരുന്നത്. Every animal works according to their strengths and Boxer the horse works most with his maxim I will work hard. എല്ലാവരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നു. ബോക്സർ എന്ന് പറയുന്ന ഒരു കുതിരയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അയാൾക്ക് ഈ വിപ്ലവത്തിന്റെ സ്വപ്നത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഐ വിൽ വർക്ക് ഹാർഡ് എന്നുള്ളൊരു മോട്ടീവായിട്ട് അയാൾ ഇങ്ങനെ കൂടുതൽ വർക്ക് ചെയ്യുന്നു. ഇനി മറ്റേ കോഴികൾ, അതുപോലെ ഡക്സ്, താറാവുകൾ, അങ്ങനെയുള്ള ചെറിയ പക്ഷികളൊക്കെ അവർക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ കഴിയില്ല. അവർ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന രീതിയിലൊക്കെ അവർക്ക് കഴിയുന്ന പോലെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഒരു ഐഡിയൽ സൊസൈറ്റി പോലെ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തു വരികയാണ്. ദി ആനിമൽസ് എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് ദെയർ ലേബർ ബിലീവിംഗ് ദേ ആർ വർക്കിംഗ് ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ് rather than എ ഹ്യൂമൻ മാസ്റ്റർ. അങ്ങനെ അവരുടെ സ്വപ്നത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, ഒരു മനുഷ്യന് വേണ്ടിയിട്ടല്ല അവർ ജോലി ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമൊക്കെ അവർക്ക് സന്തോഷം നൽകുന്നുണ്ട്. They hold meetings on Sundays to celebrate animalism, where they discuss and set up various committees under the leadership of Snowball. പിന്നെ അവർ ഞായറാഴ്ചകളിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട് ആനിമലിസത്തിന്റെ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, ഡിസ്കഷൻ നടക്കുന്നുണ്ട്, ഡിബേറ്റ്, ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ആനിമൽസിന് ഒന്നും കാര്യമായിട്ട് എഴുതാനും വായിക്കണമെന്ന് അറിയില്ല. ഈ പിഗ്സിന് മാത്രമാണ് അതൊക്കെ അറിയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായിട്ടുള്ള ഡിബേറ്റ് ബാക്കിയുള്ള ആനിമൽസിന്റെ ഭാഗത്തുനിന്നില്ല. ഈ സ്നോബോളും അതുപോലെ തന്നെ നെപ്പോളിയനും തമ്മിലാണ് പലപ്പോഴും ഈ ഡിബേറ്റ് നടക്കുന്നത്. കൂടാതെ പല കമ്മിറ്റികൾ അവർ രൂപീകരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. കൃഷിക്ക് വേണ്ടി, എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി, അങ്ങനെ ബാക്കിയുള്ള ആനിമൽസിനെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നതിന് വേണ്ടി, അങ്ങനെ പല പല കമ്മിറ്റികൾ സ്നോബോളിന്റെ ലീഡർഷിപ്പിൽ അവിടെ അവർ രൂപീകരിക്കുന്നു. അതൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ പിഗ്സിന് മാത്രമാണ് ഈ ഇന്റലിജൻസ് ഉള്ളത്. ബാക്കിയുള്ളവർക്ക് അത്ര ഇന്റലിജൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് അത് കാര്യമായിട്ട് നടക്കുന്നൊന്നുമില്ല. The pigs begin to take more share of the food, claiming it's needed for their brain work. അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഇങ്ങനെ പതുക്കെ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ നേരത്തെ കണ്ടു പിഗ്സ് വർക്ക് ചെയ്യുന്നില്ല, അവർ സൂപ്പർവൈസിങ് ആണ് ചെയ്യുന്നുള്ളത്. അടുത്തതായിട്ട് അവർ പറയുന്നത് അവർക്ക് ഫുഡിന്റെ കൂടുതൽ ഷെയർ വേണം എന്നുള്ളതാണ്. കാരണം അവരാണ് ഈ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, ഈ പ്ലാനൊക്കെ ഉണ്ടാക്കുന്നത് അവരാണ് എന്നുള്ള കാരണം കൊണ്ട് അവർക്ക് അതിന് കൂടുതൽ ഫുഡ് വേണം എന്ന് അവർ പറയുന്നുണ്ട്. ഇനി ബാക്കി ഏതെങ്കിലും ആനിമൽസ് എതിർക്കുകയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള മാർഗം, പിഗ്സ് കാര്യമായിട്ട് ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മിസ്റ്റർ ജോൺസ് തിരിച്ചു വരും എന്നുള്ള കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ അവരെല്ലാവരും പിഗ്സ് പറയുന്നത് സമ്മതിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ചാപ്റ്റർ 4. ന്യൂസ് ഓഫ് ദി റിബേലിയൻ സ്പ്രെഡ്സ് ടു അതർ ഫാംസ് കോസിങ് ഫിയർ അമംഗ് നെയ്ബറിംഗ് ഹ്യൂമൻ ഫാമേഴ്സ്. അപ്പൊ ഈ ഒരു ഫാമിൽ ഇങ്ങനെ ഒരു വിപ്ലവം ഉണ്ടായ കാര്യം, അവിടെ ആനിമൽസ് അത് ഏറ്റെടുത്ത കാര്യമൊക്കെ അടുത്തുള്ള ഫാമുകളിലുള്ള ആളുകൾ അറിയുന്നു, മനുഷ്യരും അറിയുന്നു, മൃഗങ്ങളും അറിയുന്നു. മനുഷ്യരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർക്ക് ഭയമാണ്, ഇനി അവരുടെ ഫാമിലത്തെ ആനിമൽസും ഇതുപോലെ ചെയ്യുമോ എന്നുള്ള ഭയമുണ്ട്.
ആനിമൽസ് ആണെങ്കിൽ ഈ കാര്യം കേട്ടിട്ട് അവർക്കും അതുപോലെ വിപ്ലവം ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയന്റെ വിപ്ലവത്തിന്റെ വിജയത്തിന് ശേഷം ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് ആ ഒരു ആശയം പ്രചോദനമായിട്ടൊരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. The neighboring farmers spread rumors such as animal farm is starving and are cannibals to prevent rebellion. അപ്പോൾ ബാക്കിയുള്ള അടുത്തുള്ള ഫാമിലെ ഈ ഫാമേഴ്സൊക്കെ അവരുടെ ആനിമൽസ് ഇതുപോലെ വിപ്ലവം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ നുണക്കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നു. അതായത് ആനിമൽ ഫാമിൽ ഇപ്പോൾ ഒന്നും ശരിയല്ല, അവിടെയൊക്കെ അവിടെ പട്ടിണി കിടക്കുകയാണ്, അവരൊക്കെ കാനിബൽസ് ആണ്, പരസ്പരം കൊല്ലുന്നവരാണെന്നുള്ള രീതിയിലുള്ള കഥകളൊക്കെ ഈ മൃഗങ്ങളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ ഫാമിലകത്ത് ഇതുപോലെ വിപ്ലവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. Mr. Jones attempts to retake animal farm but is defeated in the battle of the cowshed where Snowball leads the defense. അങ്ങനെ മിസ്റ്റർ ജോൺസ് അടുത്തുള്ള ഫാമേഴ്സൊക്കെ ആയി കൂടി വന്നിട്ട് ഈ ഫാം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നു. അപ്പോൾ ആ യുദ്ധത്തിൽ ഈ ആനിമൽസ് ഈ മനുഷ്യരെ തോൽപ്പിക്കുകയാണ്. അതൊരു പ്ലാൻ അവർ ചെയ്യുന്നുണ്ട്. ആദ്യം ചെറിയ ആനിമൽസിനെ മുന്നോട്ട് വിട്ടിട്ട് യുദ്ധത്തിന് പറഞ്ഞയക്കുന്നു. അവർ എളുപ്പം തോൽപ്പിക്കുമ്പോൾ അവർ തോറ്റ് ഓടുന്നത് പോലെ ഈ കൗ ഷെഡിലേക്ക് അല്ലെങ്കിൽ തൊഴുത്തിലേക്ക് ഓടുന്നു. അവിടേക്ക് മനുഷ്യർ ഇവരുടെ പുറകെ ഓടി വരുന്ന സമയത്ത് ഈ സ്ട്രോങ് ആയിട്ടുള്ള ആനിമൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ബോക്സർ പോലുള്ള കുതിര, അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ആനിമൽസ് അവിടെ മനുഷ്യരെ പെട്ടെന്ന് ചാടി വീണിട്ട് അറ്റാക്ക് ചെയ്തിട്ട് മനുഷ്യരെ തോൽപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അതിൽ ബോക്സറും അതുപോലെ തന്നെ സ്നോബോളും കാര്യമായിട്ടുള്ള പങ്കുവഹിക്കുന്നുണ്ട്. ദി ആനിമൽസ് സെലിബ്രേറ്റ് ദർ വിക്ടറി ആൻഡ് എസ്റ്റാബ്ലിഷ് മിലിറ്ററി ഓണേഴ്സ് ഫോർ ബ്രേവറി. അങ്ങനെ ആനിമൽസ് ആ ഒരു വിജയം അവർ ആഘോഷിക്കുന്നു. അവർ അവാർഡുകളൊക്കെ, മിലിറ്ററി അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. സ്നോബോളിന് അവാർഡ് കൊടുക്കുന്നുണ്ട്, ബോക്സറിന് അവാർഡ് കൊടുക്കുന്നുണ്ട്. ഒരു ഷീപ്പ് അവിടെ മരിച്ചു പോയിരുന്നു, മരണാനന്തര ബഹുമതി എന്നുള്ള രീതിയിൽ അതിനും അവർ അവാർഡ് കൊടുക്കുന്നുണ്ട്. ചാപ്റ്റർ 5 ടെൻഷൻ റൈസസ് ബിറ്റ്വീൻ സ്നോബോൾ ആൻഡ് നെപ്പോളിയൻ ഓവർ ദ ഫ്യൂച്ചർ ഓഫ് ദ ഫാം. ഇനി ഫാം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ഇവിടെ പ്രധാന ലീഡേഴ്സ് ആയിട്ടുള്ള സ്നോബോളും നെപ്പോളിയനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുകയാണ്. സോവിയറ്റ് യൂണിയന്റെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ലെനിന്റെ മരണശേഷം ലിയോൺ ട്രോട്സ്കിയും ജോസഫ് സ്റ്റാലിനും തമ്മിലാണ് ഇത്തരത്തിലുള്ള അധികാര വടംവലിയും തർക്കങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതിൽ ട്രോട്സ്കിയെ നാട് കടത്തിയിട്ട് ജോസഫ് സ്റ്റാലിൻ അവിടെ ഏകാധിപതിയായിട്ട് വരുന്ന ഒരു ചരിത്രമാണ് നമ്മൾ സോവിയറ്റ് യൂണിയനിൽ കണ്ടത്. അതിന് സമാനമായിട്ട് ഇവിടെ സ്നോബോള് ട്രോട്സ്കിക്ക് സമാനമായിട്ടും നെപ്പോളിയൻ സ്റ്റാലിന് സമാനമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടാണ് നമ്മൾ ഈ നോവലിൽ കാണുന്നത്. Snowball proposes building a windmill to generate electricity, while Napoleon opposes the idea. സ്നോബോൾ ഒരു പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിൻഡ് മിൽ, ഒരു കാറ്റാടി യന്ത്രം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി കഴിയും, ആഴ്ചയിൽ 3 ദിവസമൊക്കെ ജോലി ചെയ്താൽ മതിയാവും എന്നുള്ള പ്ലാനാണ് സ്നോബോൾ പറയുന്നത്. പക്ഷേ നെപ്പോളിയൻ പറയുന്നു അത് പക്ഷേ നടക്കുന്ന കാര്യമില്ല, നമുക്കിപ്പോൾ കൂടുതൽ ഫുഡ് ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിലാണ് നെപ്പോളിയൻ പറയുന്നത്. They also disagree on how to prepare for another human attack. ഇനി മിസ്റ്റർ ജോൺസോ അല്ലെങ്കിൽ മറ്റ് ആളുകളോ തിരിച്ചു വരികയാണെങ്കിൽ അവരെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിലും ഇവർ നമ്മൾ തർക്കം ഉണ്ടാവുന്നുണ്ട്. സ്നോബോൾ പറയുന്നത് ബാക്കിയുള്ള ഫാംസിലെ ആനിമൽസിൽ കൂടി ഇതുപോലെ വിപ്ലവം ഉണ്ടാക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ അവരവരുടെ ഫാമിലുള്ള കാര്യങ്ങളിൽ അവിടുത്തെ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങോട്ട് ആരും വരില്ല എന്നുള്ള പ്ലാനാണ് സ്നോബോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ആയുധങ്ങൾ വാങ്ങണം എന്നുള്ള പ്ലാനാണ് നെപ്പോളിയൻ പറയുന്നത്. The animals take sides and only Benjamin the donkey is pessimistic of both plans. അപ്പോൾ ഈ മൃഗങ്ങളൊക്കെ ഈ രണ്ടുപേരുടെയും ആശയങ്ങൾ കേൾക്കുന്ന സമയത്ത് ഏതാണ് ശരി ഏതാണ് നല്ലത് എന്നുള്ള രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ആവുന്നു. ബെഞ്ചമിൻ എന്നിവരുള്ള ഡോങ്കി മാത്രമാണ് രണ്ട് പക്ഷത്തും ചേരാത്തത്. ഇത് രണ്ടും ശരിയാവുന്ന കാര്യമല്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. കുറച്ച് പെസിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ ബെഞ്ചമിനെ കാണുന്നത്. When Snowball's plan wins the voting, Napoleon uses his loyal guard dogs to chase Snowball off the farm and he takes control as the sole leader. അങ്ങനെ ഇവർ വോട്ടിലിടുന്ന സമയത്ത് സ്നോബോൾ പറഞ്ഞ ആശയത്തിനാണ് കൂടുതൽ വോട്ട് ലഭിക്കുന്നത്. അപ്പോൾ നെപ്പോളിയൻ ആ സമയത്താണ് പൂർണ്ണമായിട്ടും ഒരു ഏകാധിപതിയായിട്ട് വരുന്നത്. അവിടെയുള്ള ഈ ഗാർഡ് ഡോഗ്സിനെ സ്നോബോളിന് നേരെ അഴിച്ചു വിട്ടുകൊണ്ട് സ്നോബോളിനെ അവിടുന്ന് ഓടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലിയോൺ ട്രോട്സ്കിയെ നാട് കടത്തിക്കൊണ്ട് ജോസഫ് സ്റ്റാലിൻ അവിടെ പൂർണ്ണ ഏകാധിപതിയായിട്ട് വരുന്നത് പോലെയാണ് സ്നോബോളിനെ അവിടുന്ന് ഓടിച്ചുകൊണ്ട് നെപ്പോളിയൻ അവിടെ എതിരില്ലാത്ത നേതാവായിട്ട് പ്രഖ്യാപിക്കുന്നു. He declares there will not be any more discussions and voting and the Pixis committee will decide things. അതിനുശേഷം നെപ്പോളിയൻ പറയുന്നത് ഇനി ഇവിടെ മീറ്റിംഗും ഇല്ല വോട്ടിങ്ങും ഇല്ല ഒന്നുമില്ല, ഞാൻ കുറച്ച് ആൾക്കാരുടെ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് പിക്സിൻ്റെ, അവർ കാര്യങ്ങൾ തീരുമാനിക്കും എന്നുള്ള കാര്യമാണ്.
ചിലർ മാത്രം ചെറിയ രീതിയിൽ മുറുമുറുപ്പൊക്കെ നടത്തി എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഡോഗ്സിനെ കാണുന്ന സമയത്ത് ആർക്കും എതിർത്ത് സംസാരിക്കാനുള്ളൊരു ധൈര്യമില്ല. നെപ്പോളിയൻ ഡിസൈഡ്സ് ടു പ്രൊസീഡ് വിത്ത് ദ വിൻഡ് മിൽ പ്രൊജക്ട്, ക്ലെയിമിങ് ഇറ്റ് വാസ് ഹിസ് ഐഡിയ ഓൾ അലോങ്. അതിനുശേഷമാണ് നമ്മൾ കൂടുതൽ പ്രഹസനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത്. സ്നോബോളിനെ ഇവിടുന്ന് ഓടിച്ചു പറഞ്ഞതിന് ശേഷം സ്നോബോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വിൻഡ് മില്ലിന്റെ പ്ലാനാണ് നെപ്പോളിയൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നിട്ട് നെപ്പോളിയൻ പറയുന്നത് അത് സ്നോബോളിന്റെ പ്ലാൻ ഒന്നല്ല ഉണ്ടായിരുന്നത്, എൻ്റെ പ്ലാനാണ് ആദ്യം മുതൽ ഉണ്ടായിരുന്നുള്ള രീതിയിലാണ് പിന്നെ നെപ്പോളിയൻ സംസാരിക്കുന്നത്. ചാപ്റ്റർ 6, ഓൾ ആനിമൽസ് വർക്ക് ഹാർഡർ ദാൻ എവർ ടു ബിൽഡ് ദ വിൻഡ് മില്ല്. അങ്ങനെ അവർ വിൻഡ് മില്ലിന്റെ പണി ആരംഭിച്ചിരിക്കുകയാണ്. വളരെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അവരത് പണി പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. They need materials for the windmill and Napoleon begins trading with the human farmers, breaking one of the commandments. അവിടെ നിന്നാണ് വീണ്ടും വിഷയങ്ങൾ സങ്കീർണമാവുന്നത്. ഈ വിൻഡ് മില്ല് പണിയാൻ അവർക്ക് കുറച്ച് മെറ്റീരിയൽസ് ആവശ്യമുണ്ട്. അത് ഇവർക്ക് ഫാമിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇവർ ഹ്യൂമൻസുമായിട്ട് ട്രേഡ് ചെയ്യാം എന്നുള്ള, അവിടെ ഹെൻസിൻ്റെ എഗ്ഗ് ഉണ്ട്, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഹ്യൂമൻസിൻ്റെ മാർക്കറ്റിൽ വിൽക്കാം എന്നുള്ള ഒരു പ്ലാനാണ് നെപ്പോളിയൻ മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഇവരുടെ ആദ്യത്തെ തത്വങ്ങളിൽ നിന്ന് അവിടെ വ്യതിചലിച്ച് തുടങ്ങുകയാണ്. ആനിമൽസ് വർക്ക് ഹാർഡർ ദാൻ എവർ ആൻഡ് ഇൻ ദ ഹ്യൂമൻ വേൾഡ് പീപ്പിൾ സീക്രട്ട്ലി അഡ്മയർ ദർ എഫിഷ്യൻസി. ഇവിടെ ആനിമൽസ് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ വിൻഡ് മില്ലിന്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അവരുടെ ഹാർവെസ്റ്റ് നടക്കുന്നുണ്ട്, കൃഷി നടക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. അടുത്തുള്ള ഫാംസിലത്തെ ആളുകളാണെങ്കിൽ ഇത് കണ്ടിട്ട് സീക്രട്ട്ലി അഡ്മയർ ചെയ്യുന്നുണ്ട്. രഹസ്യമായിട്ട് അവർ ഇതെത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ പരസ്യമായിട്ട് അവർ ഈ ആനിമൽ ഫാം അവരുടെ ശത്രുക്കളാണ്, എങ്ങനെയെങ്കിലും അത് തകർന്നു പോകണം എന്നുള്ളതാണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നത്. ദ പിഗ്സ് മൂവ് ഇൻ ടു ദ ഫാം ഹൗസ് ആൻഡ് സ്റ്റാർട്ട് ടു എൻജോയ് ദ ലക്ഷറീസ് പ്രീവിയസ്ലി റിസർവ്ഡ് ഫോർ ഹ്യൂമൻസ്. അതിനുശേഷം അവർ ആ ഫാം ഹൗസിലേക്ക്, മിസ്റ്റർ ജോൺസ് താമസിച്ചിട്ടുണ്ടായിരുന്ന വീട്ടിലേക്ക്, ഇവരുടെ ഷെഡിൽ നിന്ന് മാറിയിട്ട് വീട്ടിലേക്ക് പിഗ്സ് താമസം മാറ്റുന്നു. വീണ്ടും പിഗ്സ് കൂടുതൽ ഈ മറ്റ് ആനിമൽസിനേക്കാൾ കൂടുതൽ ലക്ഷറി അനുഭവിച്ചു തുടങ്ങുന്ന കാര്യങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ ഫാം ഹൗസ് ആദ്യം അവരവിടെ ഒരു മ്യൂസിയം ആയിട്ട് നിലനിർത്തണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലേക്ക് പിഗ്സ് താമസം മാറ്റുന്നു. ദ പിഗ്സ് ലൈറ്റ്ലി അഡ്ജസ്റ്റ് ദ കമാൻഡ്മെന്റ്സ് ടു അലോ ദെംസെൽസ് ദ ലക്ഷറീസ്. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു, ഈ ആദ്യത്തെ 7 കമാൻഡ്മെന്റ്സ് ഉണ്ടായിരുന്നല്ലോ, അത് ചെറിയ രീതിയിൽ അവർ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. അതിൽ ഈ ബെഡിൽ കിടക്കരുത് എന്നുള്ള കാര്യം ഒരു മാറ്റിയിട്ട് ബെഡിൻ്റെ കൂടെ ഷീറ്റ് എന്നൊരു വാക്ക് അടിച്ചെടുത്തിട്ട് ബെഡ്ഷീറ്റ് ഉപയോഗിക്കരുത് എന്നാക്കിയിട്ട് അത് മാറ്റുന്നു. ആ രീതിയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അവരിങ്ങനെ ആ ലക്ഷറീസ് ഒക്കെ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ദ വിൻഡ് മിൽ ഈസ് ഡിസ്ട്രോയിഡ് ഇൻ എ സ്റ്റോം വിച്ച് നെപ്പോളിയൻ ബ്ലെയിംസ് ഓൺ സ്നോബോൾസ് സബോട്ടാജ്. അങ്ങനെ ഇവർക്ക് അടുത്തൊരു ദുരന്തം അവിടെ നേരിടേണ്ടി വരുന്നു. അവർ പണിതുകൊണ്ടിരുന്ന വിൻഡ് മില്ല് ഒരു സ്റ്റോമിൽ തകർന്നു പോകുന്നു. അങ്ങനെ അവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും സ്നോബോളാണ് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അവിടുന്ന് പുറത്താക്കിയ നാട് കടത്തിയിട്ടുള്ള സ്നോബോൾ ഇവർക്കെതിരെ പ്രവർത്തിക്കുകയാണ് എന്നുള്ള രീതിയിൽ സ്നോബോളിനെയാണ് അവരെല്ലാത്തിനും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ചാപ്റ്റർ 7, ദി ആനിമൽസ് ഫേസ് ഹാർഷ് വിന്റർ ആൻഡ് ഫുഡ് ഷോർട്ടേജസ്. അതിനുശേഷം വിന്റർ വരുന്നു. മഞ്ഞുകാലത്ത് അവർക്ക് കൃഷിയൊന്നുമില്ല, അവർക്ക് ഭക്ഷണമൊക്കെ ഷോർട്ടായി വരികയാണ്. Napoleon uses snowball as a scapegoat for all the farm's problems, spreading false accusations. നെപ്പോളിയൻ ആണെങ്കിൽ അവിടെ എന്ത് കുഴപ്പമുണ്ടായി കഴിഞ്ഞാലും അതിനെയൊക്കെ സ്നോബോളിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. സ്നോബോൾ അവിടെ ഇല്ല, അതിനെ ഓടിച്ചു വിട്ടു. പക്ഷെ എന്നാലും സ്നോബോൾ മനുഷ്യന്മാരുടെ കൂടെ ചേർന്നിട്ട് ഫാമിനെ തകർക്കാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് നെപ്പോളിയൻ അവിടെ പ്രചരിപ്പിക്കുന്നത്. നെപ്പോളിയൻ ഓൾസോ ഡിസൈഡ്സ് ടു ഇൻക്രീസ് ട്രേഡ്. നെപ്പോളിയൻ അതുകൂടാതെ വ്യാപാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവിടെയുള്ള മരത്തടികൾ വിൽക്കാനും അതുപോലെ ഹെൻസിന്റെ അടുത്ത് കൂടുതൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഈ നെപ്പോളിയൻ പറയുന്നുണ്ട്. ആൻഡ് സ്റ്റാർവ്സ് ദ ഹെൻസ് ഇൻ ടു സറണ്ടർ ഹു പ്രൊട്ടസ്റ്റഡ്. ഹെൻസ് അത് പ്രതിഷേധിക്കുന്ന സമയത്ത് ഇനി ഇവിടെ ഹെൻസിന് ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പട്ടിണിക്ക് ഇട്ടുകൊണ്ടാണ് അവരെ കൊണ്ട് നെപ്പോളിയൻ അത് സമ്മതിപ്പിക്കുന്നത്. നെപ്പോളിയൻസ് റെജിം ബിക്കംസ് ഇൻക്രീസിംഗ്ലി ടൈറാനിക്കൽ, എക്സിക്യൂട്ടിംഗ് ആനിമൽസ് അക്യൂസ്ഡ് ഓഫ് കൺസ്പയറിംഗ് വിത്ത് സ്നോബോൾ. അതിനുശേഷം കൂടുതൽ ഏകാധിപതിയായിട്ട് നെപ്പോളിയൻ മാറുകയാണ്. അവിടെ പരസ്യമായിട്ടുള്ള വിചാരണയും അതുപോലെ തന്നെ വധശിക്ഷ നടപ്പിലാക്കലൊക്കെ വരുന്നുണ്ട്. സ്നോബോളിന്റെ കൂടെ പ്ലാൻ ഇട്ടുകൊണ്ട് ഫാം തകർക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് അവിടെ പല മൃഗങ്ങളെയും ഈ നെപ്പോളിയൻ ഇയാളുടെ ലോയൽ ഡോഗ്സ് ഉണ്ടല്ലോ, ആ ഡോഗ്സിനെ കൊണ്ട് വിചാരണ ചെയ്ത് കൊലപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നു. കൂടുതൽ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ആളുടെ ഭരണം വരികയാണ്. അപ്പോൾ ഈ സമയത്ത്
നമ്മൾ നേരത്തെ പറഞ്ഞ കമാൻഡ്മെന്റ്സിൽ 7 കമാൻഡ്മെന്റ്സിൽ ഉണ്ടായിരുന്നു ഒരു ആനിമൽ മറ്റൊരു ആനിമലിനെ കൊല്ലരുതെന്നുള്ളത്. ഇവർ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അത് തിരിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം അത് എഴുതിയിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെ കൊല്ലരുതെന്ന് മാറ്റി എഴുതിയിട്ട് അവര് മറ്റ് ആനിമൽസിനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. The song Beasts of England is banned and a new anthem replaces it. ഈ സമയത്ത് മൃഗങ്ങളാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അവസാനം ഈ വിന്ററൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നല്ലൊരു കാലം വരും എന്നുള്ള പ്രതീക്ഷയിൽ ആ വിപ്ലവ ഗാനം പാടുമ്പോൾ അവർ പറയുന്നത് വിപ്ലവം കഴിഞ്ഞ് നമ്മൾ വിപ്ലവം ജയിച്ചിരിക്കുന്നു, ഇനി വിപ്ലവത്തിന്റെ പാട്ട് പാടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആന്തം അവിടെ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദി ആനിമൽസ് റീബിൽഡ് ദ വിൻഡ്മിൽ ഡിസ്പൈറ്റ് ദെയർ എക്സോഷൻ. ഈ ആനിമൽസ് ആണെങ്കിൽ അവര് ആ സ്റ്റോമിൽ തകർന്നു പോയിട്ടുള്ള വിൻഡ് മില്ല് വീണ്ടും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് പൂർത്തിയാക്കുന്നു. നെപ്പോളിയൻ നെഗോഷിയേറ്റ്സ് വിത്ത് ഫ്രെഡറിക്, എ ഹ്യൂമൻ ഫാമർ, ബട്ട് ഈസ് ബിട്രേഡ് വെൻ ഫ്രെഡറിക് പേയ്സ് വിത്ത് കൗണ്ടർഫീറ്റ് മണി. നെപ്പോളിയൻ ഈ ഫ്രെഡറിക് എന്ന് പറയുന്ന ഒരു അടുത്ത ഫാമിലുള്ള ഒരാളുമായിട്ട് ഇതുപോലെ വ്യാപാരം നടത്തുന്നുണ്ട്. പക്ഷെ ഇയാൾക്ക് കള്ളനോട്ടുകൾ കൊടുത്തിട്ട് നെപ്പോളിയനെ പറ്റിക്കുകയാണ്. അങ്ങനെ നെപ്പോളിയനെ ഈ പറ്റിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നെപ്പോളിയൻ ദേഷ്യം വന്നിട്ട് ഫ്രെഡറിക്കിനെ കൊല്ലണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അങ്ങനെ ഫ്രെഡറിക്കിന്റെ ആളുകൾ ഈ ആനിമൽ ഫാം അറ്റാക്ക് ചെയ്യുകയും അവരുടെ വിൻഡ് മില്ല് നശിപ്പിക്കുകയും ചെയ്യുന്നു. ബട്ട് ദി ആനിമൽസ് മാനേജ് ടു ഡ്രൈവ് ദം ഓഫ്. അവസാനം ആ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അവരെ അവിടുന്ന് തുരത്തി ഒഴിക്കാൻ വേണ്ടിയിട്ട് ആനിമൽസിന് സാധിക്കുന്നുണ്ട്. ദ പിഗ്സ് സെലിബ്രേറ്റ് വിത്ത് വിസ്കി, ഫർദർ ബ്ലറിംഗ് ദ ലൈൻസ് ബിറ്റ്വീൻ ദം ആൻഡ് ദ ഹ്യൂമൻസ്. അതിനുശേഷം പിഗ്സ് വിസ്കിയൊക്കെ ഇറക്കുമതി ചെയ്തിട്ട് അവര് അവിടെ ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവരുടെ ആദ്യത്തെ കമാൻഡ്മെന്റ്സിൽ നിന്നും ഐഡിയയിൽ നിന്നും പോവുകയാണ്. ഇത്തവണ അവർ ആൽക്കഹോൾ കഴിക്കരുത് എന്നുള്ളത് മാറ്റി എഴുതുന്നത് ആവശ്യത്തിലധികം കഴിക്കരുത് എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതുകയാണ്. കൂടാതെ അയാൾ അവിടെ സ്വന്തമായിട്ട് ബാർലിയൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് സ്വന്തമായിട്ട് ബിയറൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളും നെപ്പോളിയൻ നടത്തുന്നുണ്ട്. ആ രീതിയിൽ കൂടുതൽ ഈ അവരുടെ ആദ്യത്തെ ആശയങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ആ ഫാമിൽ കാണുന്നത്. ചാപ്റ്റർ 9. Boxer is injured while working on the windmill and is sent to the knockers under the pretense of being taken to a hospital. ബോക്സർ അവിടുത്തെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഹോഴ്സാണ് ഉണ്ടായിരുന്നത്. ആ വിൻഡ് മില്ലിന്റെ ജോലിക്കിടയിൽ അതിന് പരിക്കേൽക്കുന്നു. പരിക്കേറ്റിട്ട് അതിന് വയ്യാതായ സമയത്ത് അതിനെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുവന്നത് നുണ പറഞ്ഞിട്ട് അതിനെ അറവുശാലയിലേക്ക് കൊടുത്തയക്കുകയാണ് നെപ്പോളിയൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കൂട്ടത്തിൽ വായിക്കാൻ അറിയുന്ന ആളുകൾ ആ വാൻ വരുന്ന സമയത്ത് ആ ബോർഡ് വായിക്കുന്നുണ്ട്. ഇത് ഹോസ്പിറ്റലിന്റെ വണ്ടിയല്ല, അറവുശാലയുടെ വണ്ടിയാണെന്ന് അവർ കാണുന്നുണ്ട്. ആ സമയത്ത് സ്ക്യൂലർ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഹോസ്പിറ്റലുകാർ ആ അറവുശാലക്കാരിൽ നിന്ന് വണ്ടി വാങ്ങിയിട്ടാണ്, അവർ വണ്ടി വാങ്ങിയിട്ട് പെയിന്റ് മാറ്റി അടിക്കാത്തതാണെന്നൊക്കെ നുണ പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ട് ആണ് അവരവിടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദി ആനിമൽസ് ആർ ഡെവസ്റ്റേറ്റഡ് ബൈ ബോക്സസ് ഫേറ്റ് ബട്ട് ആർ മാനിപ്പുലേറ്റഡ് ഇൻ ടു ബിലീവിങ് ഇറ്റ് വാസ് നെസസറി. അങ്ങനെ ഈ ബോക്സറിന്റെ അവസ്ഥയെ കുറിച്ച് അവർക്ക് ദുഃഖമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് നുണ പറഞ്ഞുകൊണ്ട് അവരവിടെ വിശ്വസിപ്പിക്കുന്നുണ്ട്. Napoleon continues to consolidate power and the pigs increasingly resembled humans in their behavior and lifestyle. നെപ്പോളിയൻ വീണ്ടും അധികാരം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നെപ്പോളിയൻ ഇനി ആളുകളെ അധികം കാണില്ല, വല്ലപ്പോഴും മാത്രമാണ് ഇതുപോലെ മറ്റു മൃഗങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. കൂടാതെ നെപ്പോളിയന്റെ കൂടെ എപ്പോഴും ഈ ഡോഗ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണ്. കൂടാതെ ഈ ഫാം ഹൗസിൽ ഉണ്ടായിരുന്ന പഴയ മിസ്റ്റർ ജോൺസിന്റെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കാനൊക്കെ തുടങ്ങുകയാണ്. പന്നിക്കുട്ടികൾക്ക് വേണ്ടി മാത്രം പ്രത്യേകം സ്കൂൾ അവിടെ പണിയുകയാണ്. പന്നിക്കുട്ടികളെ മറ്റ് ആനിമൽസിൽ നിന്ന് ഒരു പ്രിവിലേജോട് കൂടിയിട്ട് കാണുന്ന രീതിയിൽ കൂടുതൽ ഏകാധിപതിയും അതുപോലെ തന്നെ കൂടുതൽ ലക്ഷറിയുമായിട്ടുള്ള ജീവിതത്തിലേക്ക് നെപ്പോളിയനും മറ്റ് പിഗ്സും വരികയാണ്. ചാപ്റ്റർ 10. Years pass and the pigs become indistinguishable from humans, walking on 2 legs and engaging in trade with the neighboring farmers. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ആദ്യത്തെ വിപ്ലവത്തിന്റെ കാര്യങ്ങളൊക്കെ ആളുകൾ മറന്നുപോയി കഴിഞ്ഞ അവസ്ഥയാണ്. പിഗ്സ് കൂടുതൽ മനുഷ്യരെ പോലെയായി അവർ 2 കാലിൽ നടക്കാൻ വരെ ആരംഭിച്ചു. മറ്റു മനുഷ്യരുമായിട്ട് അവർ വ്യാപാരമൊക്കെ നടത്തുന്നു. The commandments are reduced to a single maxim. All animals are equal, but some animals are more equal than others. അവിടെ ഉണ്ടായിരുന്ന 7 കമാൻഡ്മെന്റ്സ് ഒക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എല്ലാ മൃഗങ്ങളും തുല്യരാണ്, പക്ഷേ ചില മൃഗങ്ങൾ കൂടുതൽ തുല്യരാണ്. The other animals realize they are no better off than they were under human rule, but their hopes for a better future keeps them subdued. മറ്റു മൃഗങ്ങളാണെങ്കിൽ ആ പഴയ മിസ്റ്റർ ജോൺസിന്റെ ഫാമിലുള്ള അവസ്ഥ ഇതിനേക്കാളും ഭേദമായിരുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവര് മനുഷ്യരുടെ കീഴിലല്ല, മൃഗങ്ങളുടേതായിട്ടുള്ളൊരു ഫാമാണ് അത് എന്നുള്ള ഒരു അഭിമാനബോധവും
അതുപോലെ തന്നെ സ്ത്രീലരുടെ കുറേ നുണകളും കണക്കുകളും ഈ വ്യാപാരത്തിന്റെ കണക്കുകളും അവിടുത്തെ വികസനത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അവരുടെ പ്രൊപ്പഗാൻഡ ഉപയോഗിച്ചുകൊണ്ട് ഇവരെങ്ങനെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളവിടെ കാണുന്നത്. The story ends with the pigs and the humans playing cards together, symbolizing the complete betrayal of the original ideals of the rebellion. നോവലിന്റെ അവസാനം നമ്മൾ കാണുന്നത് പിഗ്സ് വസ്ത്രം ധരിക്കുന്നു, അവര് മനുഷ്യരെ പോലെ രണ്ട് കാലിൽ നടക്കുന്നു, അവര് ഈ ഒരു ടേബിളിൽ ഇരുന്നിട്ട് ഇവരുടെ പഴയ ശത്രുക്കളായിരുന്ന അടുത്ത ഫാം ഹൗസിന്റെ മുതലാളിമാരുടെ കൂടെ നിന്നിട്ട് ചീട്ട് കളിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് ചെറിയൊരു തർക്കം ഉണ്ടാകുമ്പോൾ അവർ ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് മറ്റു മൃഗങ്ങൾക്ക് അതിൽ ഈ പിഗ്സ് ഏതാണ് മനുഷ്യരേതാണെന്ന് മനസ്സിലാവാൻ കഴിയാത്തൊരു സാഹചര്യം എന്നുള്ള രീതിയിലാണ് നോവൽ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നോവലിനകത്ത് കണ്ടത് എന്താണ്? ഒരു വിപ്ലവം നല്ല ആശയങ്ങളോടുകൂടി തുടങ്ങി, പക്ഷെ അത് ഏകാധിപത്യത്തിലേക്ക് വരികയും പരാജയപ്പെടുകയും ചെയ്യുന്നൊരു കാര്യമാണ് കാണുന്നത്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, സോവിയറ്റ് യൂണിയനിലെ ജോസഫ് സ്റ്റാലിൻ്റെ ഏകാധിപത്യത്തിൻ്റെ ഒരു സിംബോളിക് ആയിട്ടുള്ള അവതരണം എന്നുള്ള രീതിയിലാണ് നോവൽ വരുന്നത്. പിന്നെ നമുക്കറിയാം, വലിയൊരു നോവല് സമ്മറൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ സമ്മറി എന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഇതിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആസ്പെക്ട്സ് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.